ക്രിസ്തുവിൽ പ്രിയരെ, വചനയാത്രയിലേക്ക് സ്വാഗതം. കർത്താവിൻ്റെ തിരുപ്പിറവി ആഘോഷങ്ങൾക്കായി ഏറ്റവും അടുത്ത ഒരുക്കങ്ങൾ നടത്തുന്ന ദിനങ്ങളിലാണ് നാം. ഇന്നത്തെ വിചിന്തന വിഷയം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 57 മുതൽ 66 വരെയുള്ള സ്നാപക യോഹന്നാൻ്റെ ജനനവും പരിച്ഛേദനവുമാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ സ്നാപക യോഹന്നാൻ്റെയും യേശുവിൻ്റെയും ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പും ഇരുവരുടെയും ജനന വിവരണവും സമാന്തരമായി വിവരിച്ചുകൊണ്ടും അവ തമ്മിലുള്ള സാധർമ്മ്യവും വൈധർമ്മ്യങ്ങളും വ്യക്തമാക്കുന്നു. സ്നാപക യോഹന്നാനും യേശുവും ദൈവിക പദ്ധതിയിൽ പരസ്പര ബന്ധമുള്ളവരാണെന്ന് കാണിക്കുക മാത്രമല്ല, യേശുവാണ് വലിയവനെന്ന് വിശുദ്ധ ലൂക്ക ഇവിടെ സ്ഥാപിക്കുകയും ചെയ്യുന്നു. ദൈവിക ഇടപെടലിലുണ്ടായെങ്കിലും സ്നാപക യോഹന്നാൻ്റെ ജനനം തികച്ചും സ്വാഭാവികമായിരുന്നു. എന്നാൽ യേശുവിൻ്റെ ജനനം അത്ഭുതകരമായിരുന്നു. കാരണം ഒരു കന്യക ഗർഭം ധരിച്ചുള്ള ജനനം. ഗർഭാവസ്ഥയിലും യേശുവാണ് വലിയവൻ. സ്നാപക യോഹന്നാൻ ക്രിസ്തുവിന് മുന്നോടിയാണ്. ഗർഭത്തിൽ തന്നെ യേശു ദൈവപുത്രനാണ്. ഈ താരതമ്യത്തിലൂടെ യേശുവാണ് വലിയവനെന്ന് വിശുദ്ധ ലൂക്ക തൻ്റെ സുവിശേഷത്തിൽ അസന്ധിഗ്ധമായി പ്രഖ്യാപിക്കുന്നു. സ്നാപക യോഹന്നാൻ്റെ ജനന അറിയിപ്പ് ഏറെ നാടകീയമായി വിവരിച്ച വിശുദ്ധ ലൂക്ക അതേ രീതിയിൽ ദൈവശാസ്ത്രപരമായ ചില ലക്ഷ്യങ്ങളോടെ എലിസബത്ത് സ്നാപകനെ പ്രസവിച്ച സംഭവവും അവതരിപ്പിക്കുന്നു. ഇവിടെ 3 കാര്യങ്ങൾ ഏറെ ശ്രദ്ധേയമാണ്. ഒന്നാമതായി, സ്നാപക യോഹന്നാൻ്റെ ജനനത്തിൽ ബന്ധുക്കളുടെയും അയൽക്കാരുടെയും പ്രതികരണം. രണ്ടാമതായി, പേര് നൽകുന്നതിനെക്കുറിച്ചുള്ള ചർച്ചയും അതിൻ്റെ ലക്ഷ്യവും. മൂന്നാമതായി, സ്നാപകൻ്റെ പരിച്ഛേദന അവസരത്തിൽ നടന്ന അത്ഭുതവും അതിൻ്റെ പ്രതികരണവും. സ്നാപകൻ്റെ ജനനത്തെ സംബന്ധിച്ച ലഘുവിവരണത്തിൽ സഖറിയായോടും എലിസബത്തിനോടും ദൈവം കാട്ടിയ കാരുണ്യ പ്രവൃത്തിയായി സ്നാപക യോഹന്നാൻ്റെ ജനനത്തെ അവതരിപ്പിക്കുന്നു. യോഹന്നാൻ എന്ന പേരിൻ്റെ അർത്ഥം തന്നെ ദൈവം വലിയ കാരുണ്യം കാണിച്ചു എന്നാണ്. ദൈവം തൻ്റെ ജനത്തോട് കാണിക്കുന്ന കാരുണ്യം വിശുദ്ധ ലൂക്ക ഇവിടെ എടുത്തു കാട്ടുന്നു. ബന്ധുക്കളുടെയും അയൽക്കാരുടെയും സന്തോഷവും എലിസബത്തിനോടുള്ള ദൈവം പ്രദർശിപ്പിച്ച കാരുണ്യത്തിന് വ്യക്തത നൽകുന്നു. ഇവിടെ വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണമാണ് നമുക്ക് കാണാൻ കഴിയുക. ജനനം കഴിഞ്ഞ് 8-ാം ദിവസം ആൺകുട്ടികളുടെ പരിച്ഛേദനം എന്നാണ് ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം 12-ലും ലേവ്യർ 12:3-ലും പറഞ്ഞിട്ടുള്ളത്. ഉൽപ്പത്തി പുസ്തകം 17:12 നിങ്ങളിൽ 8 ദിവസം പ്രായമായ ആൺകുട്ടിക്ക് പരിച്ഛേദനം ചെയ്യണം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവം അബ്രഹാമിനോടും സന്തതികളോടും ചെയ്ത ഉടമ്പടിയുടെ അടയാളമാണ് യഹൂദരുടെ ഈ ആചാരം. വിശുദ്ധ ലൂക്കായെ സംബന്ധിച്ചിടത്തോളം ഈ പരിച്ഛേദന കർമ്മം ക്രിസ്തുവിന് മുന്നോടിയായ സ്നാപക യോഹന്നാനെ ഇസ്രയേൽ സമൂഹത്തിലെ ഒരംഗമായി സ്വീകരിക്കുന്നതിൻ്റെ അടയാളമാണ്. യേശുവിൻ്റെ പരിച്ഛേദനവും വിശുദ്ധ ലൂക്ക തുടർന്ന് വിവരിക്കുന്നുണ്ട്. പരിച്ഛേദന ദിനം തന്നെ ശിശുവിന് പേര് നൽകുന്ന രീതി പിൽക്കാലത്ത് ഉടലെടുത്തതാകാം. റൂത്തിൻ്റെ പുസ്തകം 4:17 നാമകരണ ചടങ്ങിൽ അയൽക്കാരുടെ പങ്ക് വ്യക്തമാക്കുന്ന രീതി കാണാൻ കഴിയും. ബൈബിളിൽ ദൈവം നിർദ്ദേശിക്കുന്ന പേരുകൾക്ക് സവിശേഷമായ പ്രാധാന്യമുണ്ട്. പേര് സ്വീകരിക്കുന്നവരുടെ സ്വഭാവവും അവർ വഹിക്കുവാനുള്ള പങ്കിൻ്റെ പ്രകൃതവും ഉൾക്കൊള്ളുന്നതാവും പേരുകൾ. ഉദാഹരണമായി, അബ്രഹാം എന്നാൽ ജനതകളുടെ പിതാവ്, പീറ്റർ എന്നാൽ പാറ എന്നിവ. യോഹന്നാൻ എന്ന പേരും ദൈവം നിർദ്ദേശിച്ചതാണ്. അതിൻ്റെ അർത്ഥം ദൈവം കരുണ കാട്ടി എന്നാണ്. പേരിടുന്ന പ്രക്രിയയിൽ സഖറിയായും എലിസബത്തും ദൈവ തിരുമനസ് അനുസരിക്കുന്നവരായി ചിത്രീകരിച്ചിരിക്കുന്നു. കുടുംബാംഗങ്ങൾ നിർദ്ദേശിച്ച പേര് നിരസിച്ച് ദൈവദത്തമായ യോഹന്നാൻ എന്ന പേര് നൽകുന്നു. അവർ പാരമ്പര്യത്തിൽ നിന്ന് വ്യതിചലിച്ച് ദൈവഹിതപ്രകാരം പ്രവർത്തിക്കുന്നു. യോഹന്നാൻ എന്നാൽ ദൈവം കരുണ കാട്ടി എന്നത് മാതാപിതാക്കൾക്ക് മാത്രമല്ല, ഇസ്രയേലിന് മുഴുവൻ ഉദാരമായി നൽകപ്പെട്ട ദൈവകാരുണ്യത്തിൻ്റെ അടയാളമാണ് ഈ ശിശു. സഖറിയായുടെ മൂകത ശിക്ഷയല്ല, അടയാളമാണ്. സംസാരശേഷി നഷ്ടപ്പെട്ടെങ്കിലും മാലാഖ നിർദ്ദേശിച്ച പേരിടാൻ ആവശ്യപ്പെടുന്നു. നാമകരണ ശേഷം അദ്ദേഹത്തിന് സംസാരശേഷി തിരിച്ചു കിട്ടുന്നു.
സഖറിയായുടെ അടയാളം മറ്റുള്ളവർക്കും അടയാളമായി. അതുകൊണ്ട് ദൈവം നിർദ്ദേശിച്ച പേരും അതിൻ്റെ പ്രാധാന്യവും ഗ്രഹിക്കുവാൻ അവർക്കും കഴിഞ്ഞു. ദൈവിക ഇടപെടൽ ഗ്രഹിക്കുവാൻ അവർക്ക് കഴിഞ്ഞു. സഖറിയായുടെ മൂകത ദൈവകൃപയുടെ വഴികൾ മനസ്സിലാക്കുവാൻ ജനത്തെ സഹായിക്കുന്നു. എലിസബത്തിൻ്റെ വന്ധ്യതയും സഖറിയായുടെ മൂകതയും മാറ്റിയ ദൈവം അവരോട് കാട്ടിയ വലിയ കരുണയെയും കൃപയെയും സൂചിപ്പിക്കുന്നു. ലോകത്തിന് ലഭിക്കാനിരിക്കുന്ന വലിയ കരുണയുടെയും കൃപയുടെയും മുന്നോടിയായി അതിനെ കാണുവാൻ കഴിയും. ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചു. സ്വജനത്തിന് വേണ്ടിയുള്ള ദൈവിക പദ്ധതിയെക്കുറിച്ച് ദർശനമുള്ളയാളാണ് പ്രവാചകൻ. ആ ദർശനത്തിലാണ് അയാളുടെ ജീവിതം കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അമ്മയുടെ ഉദരത്തിൽ വച്ച് തന്നെ ദൈവിക ലക്ഷ്യത്തിനായി പ്രവാചകനായി വിളിക്കപ്പെട്ടവനാണ് സ്നാപക യോഹന്നാൻ. യേശുവിൻ്റെ മുന്നോടിയായി ജനത്തെ ഒരുക്കേണ്ടവൻ. അദ്ദേഹത്തിൻ്റെ പേരും ജീവിതവും വ്യക്തിത്വവും ദൗത്യവും ഇത് വ്യക്തമാക്കുന്നു. സ്നാപകൻ്റെ ജനനത്തിലൂടെയും നാമകരണത്തിലൂടെയും ലഭിക്കുന്ന ദൈവിക വെളിപ്പാട് ഉൾക്കൊണ്ട ദൈവോന്മുഖരായി ജീവിക്കുവാൻ, കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങുന്നവരായി മാറുവാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.